ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ക്യൂട്ട് ഹട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുക്കാറയും വാൻ്റെയൊക്കെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പോട്ട് ചെയ്യുക എന്നുള്ളതാട്ടോ നോക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ അടിയിൽ ഹോളുണ്ടായിരുന്നില്ല, ഞാനത് ഹോളിട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ ഈ വാൻ്റെയൊക്കെയാണ് നമ്മളിന്ന് പോട്ട് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പൈപ്പാണ് കേട്ടോ. ഈ പൈപ്പ് നമ്മൾ പ്ലാന്റിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള നീളത്തിന് മുറിച്ചെടുത്തിട്ട് നമ്മളിത് ഇതിൽ സെറ്റ് ചെയ്യാണ്. അത് നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് നിർത്താം. ഞാനിവിടെ MCL ഉപയോഗിച്ചിട്ടാട്ടോ ഉറപ്പിച്ച് നിർത്തുന്നത്. നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരില്ലാത്തത് കൊണ്ട് നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് MCലൊക്കെ ഉണങ്ങിയിട്ട് നമ്മുടെ പൈപ്പ് ഈ പോട്ടിൽ നന്നായിട്ട് ഉറച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്ലാന്റ് എടുത്തിട്ട് പോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടെറേറ്റി വാൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളൊരു വാൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് പോട്ട് ചെയ്യാം. ഞാനിവിടെ ചാർക്കോളാണ് കേട്ടോ പോട്ടിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചാർക്കോളോ അതല്ലെങ്കിൽ ഇഷ്ടികയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. തുണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്താലും ചിലപ്പോൾ ഫംഗൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്ലാന്റ് വെക്കുകയാണ്. ചാർക്കോൾ സാഫ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതാട്ടോ. വീഡിയോ എടുക്കലും പ്ലാന്റ് നടലും കൂടെ ഉള്ള പണി എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പ്ലാന്റ് പോട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിത് പോട്ട് ചെയ്തിട്ടുണ്ട്. പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റും അതേപോലെ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്ന മീഡിയം തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണം കേട്ടോ. അതായത് പ്ലാന്റിൻ്റെ അടിഭാഗം ഒരിക്കലും കരിയിൽ മുട്ടി നിൽക്കരുത്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമുക്ക് പ്ലാന്റിന് എന്തെങ്കിലും കേടുപാടുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് കുറച്ച് ഉയർത്തിയിട്ടാണ് നൂല് ഉപയോഗിച്ചിട്ടാട്ടോ കെട്ടിയിട്ടുള്ളത്. കോട്ടൻ്റെ നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിയതാണ്. അപ്പോൾ ഇനി നമുക്കൊരു മുക്കാറയും നടാനുണ്ട്. പിന്നെ 2 വാൻ്റെങ്ങളും കൂടെ പോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ വേഗം പോട്ട് ചെയ്യാം. മുക്കാറിൻ്റെ അടിഭാഗത്തെ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. മുകളിൽ മാത്രം കുറച്ച് ലീഫേ ഉള്ളൂ. എന്നാലും ശരിയാകും, നന്നായിട്ട് വരും എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിഭാഗം കുറച്ച് ഉയർത്തിയിട്ടാണ് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പോട്ട് ചെയ്താൽ വേരുകളൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. അതിനുള്ള തെളിവ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പോട്ട് ചെയ്ത ടെറേറ്റി വാൻ്റ് തന്നെ കേട്ടോ. ഇതിൻ്റെ റൂട്ടുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തിന് റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാൻ്റിൻ്റെ ബാസ്ക്കറ്റ് ഞാൻ മാറ്റാതെയാണ് കേട്ടോ ഇതിൽ പൈപ്പിൽ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നു. റൂട്ടുകളൊക്കെ ഭയങ്കര ഡാമേജായ റൂട്ടുകളായിരുന്നു. പക്ഷേ ഇങ്ങനെ പോട്ട് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തിന് അതിൽ നന്നായിട്ട് റൂട്ടൊക്കെ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളുടെ വാൻ്റെയും മുക്കാറയൊക്കെ ഇതേപോലെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് റൂട്ടൊക്കെ വരും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.